ഹലോ, ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രെഡും പഴവും ഉണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കുന്ന ഈ സ്നാക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ നേന്ത്രപ്പഴം അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വലുതായതുകൊണ്ടാണ് ഒന്നെടുത്തത്, ചെറുതാണെങ്കിൽ 2 വരെ എടുക്കാം. ഇനി ഇതിലിട്ടിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയുടെ അളവ് പറയുന്നില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. നന്നായിട്ട് പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മധുരം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പഞ്ചസാരയൊക്കെ പഴത്തിൽ കിടന്നിട്ട് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. പഴമൊക്കെ നന്നായിട്ട് സ്മാഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് മറ്റൊരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടാറാൻ വെച്ച പഴത്തിൻ്റെ കൂട്ടിലേക്ക് ഈ ബ്രെഡിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത കാഷ്യൂനട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ കാഷ്യൂനട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചിരകിയ തേങ്ങയൊക്കെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ലൂസായി പോകുകയാണെങ്കിൽ കുറച്ചുകൂടി ബ്രെഡിൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു ഡോ പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഓരോ ബോളാക്കി എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലുള്ള ബോളാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ലെമൺ സൈസുള്ള ബോളാക്കിയിട്ടാണ് എടുക്കുന്നത്. ബാക്കി എല്ലാ ഡോ വെച്ചിട്ടും ഇതുപോലെ ബോളാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ബോൾസ് എല്ലാം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ ബോളും എടുത്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ബോൾസും ഞാൻ ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ഓയിലൊന്ന് ചൂടാക്കി എടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഓരോ ബോളും ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം ഫ്ലെയിം. കാരണം ഇത് പെട്ടെന്ന് കരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തിരിച്ചു മറിച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇപ്പോൾ ബോൾസൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള ബോൾസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. വെറും 10 മിനിറ്റ് മതി തയ്യാറാക്കി എടുക്കാനായിട്ട്. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു.